Welcome back. Today we are going to discuss about the areas of similar triangles. Because we already learned that the angles of similar triangles are corresponding angles are equal and their corresponding sides are proportional. Then what about their areas? Areas എങ്ങനെയായിരിക്കും? So the ratio of the areas will be square of the ratios of their corresponding sides. അങ്ങനെയായിരിക്കും അത് വരുന്നത്. അതായത് ദാറ്റ് ഈസ് എ തിയറം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് and the proof of the theorem is given there in the textbook itself. We will discuss that proof now, and after that we will go to an activity based on this theorem. Okay, let us go to that proof. Look at the theorem. The ratio of the areas of two similar triangles is equal to the square of the ratio of their corresponding sides. ഇതൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഇക്വൽ ടു എ ബി ബൈ പി ക്യു ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ബി സി ബൈ ക്യു ആർ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ എ സി ബൈ പി ആർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ആ തിയറം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഇക്വൽ ടു എ ബി ബൈ പി ക്യു ദ ഹോൾ സ്ക്വയർ, ബി സി ബൈ ക്യു ആർ ദ ഹോൾ സ്ക്വയർ ആൻഡ് എ സി ബൈ പി ആർ ദ ഹോൾ സ്ക്വയർ. ഗിവൺ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ ലെറ്റ് us ഡു ദാറ്റ്. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എ ബി സി ആൻഡ് പി ക്യു ആർ സിമിലർ ഗിവൺ ദർ. സോ വാട്ട് വി ക്യാൻ റൈറ്റ്? ഇഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ, then we can write that angle A is equal to angle P, angle B is equal to angle Q, and angle C is equal to angle R. Okay, and we can write AB by PQ is equal to BC by QR is equal to AC by PR because sides are proportional. And we want to prove that the area. Okay, then what will be area of triangle ABC? ഓക്കെ, നമുക്കത് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. വാട്ട് വിൽ ബി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ? We will use that formula. Area of the triangle is equal to half into base into height. Okay, here in this triangle base is BC and the height is we constructed that height there, so that is AM. So we can write half into BC into AM. Okay, and in the next triangle PQR, that is half into QR into PN. Okay, that half and half get cancelled. Then we here we got BC by QR into AM by PN. നമുക്ക് എന്താ വേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഇക്വൽ ടു എ ബി സ്ക്വയർ ബൈ പി ക്യു സ്ക്വയർ, അല്ലെങ്കിൽ ബി സി സ്ക്വയർ ബൈ ക്യു ആർ സ്ക്വയർ, അല്ലെങ്കിൽ എ സി സ്ക്വയർ ബൈ പി ആർ സ്ക്വയർ. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് വേണ്ടത് നമ്മളിവിടെ എഴുതി വെക്കാം. ഓക്കെ, നമുക്ക് വേണ്ട കാര്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി by area of triangle PQR is equal to AB square by PQ square, അല്ലെങ്കിൽ BC square by QR square, അല്ലെങ്കിൽ AC square by PR square. ഇതിന് മൊത്തത്തിൽ ഹോൾ എ ബി ബൈ പി ക്യു ദ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ എ എം ബൈ പി എൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലുക്ക്, ദീസ് ടു ട്രയാങ്കിൾസ് എ എം ബി ആൻഡ് ട്രയാങ്കിൾ പി എൻ ക്യു. ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് take those two triangles. In triangle എ ബി എം ആൻഡ് triangle പി ക്യു എൻ, angle B is equal to angle Q because നമ്മളിവിടെ കണ്ടോ angle B is equal to angle Q, and angle AMB is equal to angle PNQ is equal to 90 degree because we constructed like that. We constructed AM is the altitude to the side BC, there PN is the altitude to the sine QR. Okay, so these angles are 90 degree. That means these two triangles are similar. That means triangle ABM similar to triangle PQN. അപ്പം നമുക്ക് എന്തെഴുതാം? എ ബി ബൈ പി ക്യു ഇസ് ഇക്വൽ ടു ബി എം ബൈ ക്യു എൻ ഇസ് ഇക്വൽ ടു
AM by PN. ഓക്കെ, നോക്കൂ, ഈ AM/PN പകരം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നെ എഴുതാം. എന്തെഴുതാം? AB/PQ എന്ന് എഴുതാം. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? AB/PQ is equal to AM/PN എഴുതാം. ഓക്കെ, ബട്ട് വി ഹാവ് AB/PQ is equal to BC/QR. നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ AB/PQ പകരം നമുക്ക് BC/QR is equal to AM/PN കിട്ടി. കണ്ടോ? അപ്പോൾ ഈ AM/PM പകരം നമുക്ക് എന്ത് കിട്ടി? BC/QR എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC by area of triangle PQR is equal to BC/QR into BC/QR. കണ്ടോ? അത് നമുക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിൽ നിന്ന് നമുക്ക് എഴുതാം, ഇതിൽ നിന്ന് എഴുതാം, പിന്നെ ഇവിടെ നിന്ന് എഴുതാം. ഇതാണ് നമ്മുടെ 1, നമ്മുടെ 2, നമ്മുടെ 3. ഓക്കെ, ഈ മൂന്നിൽ നിന്നുമാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC/PQR is equal to BC²/QR² എന്ന് എഴുതാം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ BC²/QR² ആയിക്കഴിഞ്ഞാൽ എന്താവും? അത് തന്നെയാണ് AB²/PQ², അത് തന്നെയാണ് AC²/PR². ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ പ്രൂഫിന് എല്ലാ സ്റ്റെപ്സും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ആക്ടിവിറ്റി ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഹിയർ വി ഹാവ് ടു ട്രയാങ്കിൾസ്, triangle ABC and triangle PQR. The measures are also given there. Find the ratios of their sides. AB/PQ, that is 3/6 is equal to 1/2. BC/QR 7/14, that is also 1/2. AC/PR 5/10, again 1/2. That means the ratios of their sides are equal. That means sides are proportional. This means triangle ABC and triangle PQR are similar triangles. Let us find out the areas of these two similar triangles. In triangle ABC, area is equal to half into BC into AM, where AM is the altitude. Then you will get a half into 7 into 2.2, then that is 7.7 centimeter square. In triangle PQR, area is equal to half into QR into PN, where PN is the altitude. That means half into 14 into 4.4, that you will get a 30.8 centimeter square. Now let us compare their areas. What is the area of triangle ABC? That is 7.7 centimeter square. Area of triangle PQR is 30.8 centimeter square. Then we can compare by division. That means we are going to find out the ratio of these areas. That means area of triangle ABC by area of triangle PQR is equal to 7.7 centimeter square by 30.8 centimeter square. That is equal to 1/4. That is ratio of areas 1/4, ratio of corresponding sides 1/2. That means ratio of their areas is equal to square of the ratios of their corresponding sides. Okay, that means we can say that area of triangle ABC by area of triangle PQR is equal to AB/PQ the whole square, or BC/QR the whole square, or AC/PR the whole square. Question number 1. In that question, given that triangle ABC and triangle DEF are two similar triangles and their areas are also given there, then find the side BC where the side EF is equal to 15.4 centimeter. Here it is given that triangle ABC and triangle DEF are similar. Then what do you know about the ratio of the areas of two similar triangles? The ratio of the areas equal to the square of the ratio of their corresponding sides. That means we can write area of triangle ABC by area of triangle DEF is equal to AB by
DE the whole square, or BC by EF the whole square, or AC by DF the whole square. Okay. Let us take area of triangle ABC by area of triangle DEF is equal to BC by EF the whole square. Here we have taken BC by EF the whole square only from those ratios. Why? Because we want to find out BC and EF is given to us. The other things, that means AB by DE, we don't want in this question, and AC by DF ഇവിടെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത്. Now substitute the values. 64 by 121 is equal to BC by 15.4 the whole square. Then what would be BC by 15.4? BC by 15.4 is equal to 64 by root of 64 by 121, that is equal to 8 by 11. That is BC is equal to 15.4 into 8 by 11. That is BC is equal to 11.2 centimeter. Question number 2. In this question, given that ABCD is a trapezium with AB parallel to CD and AB is equal to 2CD. See, from the figure, it is very clear that angle 1 and angle 4 are equal because they are alternate angles. Angle 2 and angle 3 are also equal because they are also alternate angles. Look here, AB and CD are parallel lines and AC is the transversal, therefore angle 1 is equal to angle 4. Look at the figure. Again, AB parallel to CD and take DB as the transversal, then angle 2 and angle 3 equal. Look at the figure. That is, in triangle AOB and in triangle COD, angle 1 is equal to angle 4, angle 2 is equal to angle 3. Therefore, triangle AOB is similar to triangle COD by AA similarity. Now find the ratio of the areas of triangle AOB and triangle COD. Okay, area of triangle AOB by area of triangle COD is equal to AO by CO the whole square, OB by OD the whole square, and AB by CD the whole square. Now take area of triangle AOB by area of triangle COD is equal to AB by CD the whole square. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആ ഒരു റേഷ്യോ മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതി. Now substitute AB is equal to 2CD. It is given in the question. Now you can cancel CD from numerator and denominator. Then you will get 2 by 1 the whole square, which is equal to 4 by 1. Therefore the required ratio 4:1.